ിൽ പല കൈകടത്തലുകളും വന്നു, പല വചനങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു, പല വൈരുദ്ധ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഉദാഹരണം, മദ്യത്തെക്കുറിച്ച്, മദ്യം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തട്ടിമാറ്റിയിരിക്കുന്നു എന്നാണ് ജോയലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം പറയുന്നത്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-10 കാണുന്നു. അതേസമയം നോഹ പ്രവാചകൻ മദ്യപിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ 21 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. ലോത്ത് പ്രവാചകൻ മദ്യപിച്ച് ലഹരി ബാധിക്കുന്നവനായി നമുക്ക് കാണാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 19-ാം അധ്യായത്തിൽ 33 മുതൽ 40 കൂടിയ വചനങ്ങളിൽ. ലഹരി ബാധിക്കുന്ന വീഞ്ഞ് മദ്യം വിളമ്പിയ പ്രവാചകനായ യേശുവിനെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ വായിക്കാൻ കഴിയുന്നത്. അത് വീഞ്ഞാണ് എന്ന ചില ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയാറുണ്ട്. അതെ, വീഞ്ഞാണ്, അത് ലഹരിയുണ്ടായിരുന്നു, വീര്യമുള്ള വീഞ്ഞാണ് എന്ന് കുടിച്ച ആളുകൾ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഒരിക്കലും ജീസസ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ മത്തരാക്കുന്ന കള്ള് വിളമ്പി വീഞ്ഞു വിളമ്പി എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. കാരണം മദ്യം നിഷിദ്ധമായിട്ടാണ് മതം പഠിപ്പിക്കുന്നത്. അത് തിന്മയാണ്, ഒരിക്കലും നന്മയല്ല. നോഹ പ്രവാചകന് ലോത്ത് പ്രവാചകന് മദ്യപിച്ച് ലഹരി ബാധിച്ചു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. മഅദല്ലാ, ഇത് അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടതാണ്. ഒരിക്കലും ആ പ്രവാചകന്മാരെ അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൃത്യമായൊരു ധാർമ്മികത പല വിഷയങ്ങളിലും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഖുർആനാകട്ടെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യം, അതേപോലെ ചൂതാട്ടം, പ്രശ്നം വെച്ച് നോക്കൽ, പ്രതിഷ്ഠ വെച്ച് നോക്കൽ എല്ലാം പൈശാചികമാണ്. വെടിയണം, നിങ്ങളുടെ മോചനത്തിന് മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്ന ഇതിൽ നിന്ന് മാറാൻ നിങ്ങൾ തയ്യാറാവണം. 5-ാം അധ്യായം മാഇദ 90-91 വചനങ്ങളിൽ ഇക്കാര്യം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങളെ, നിരവധി ശാസ്ത്രീയ അബദ്ധങ്ങളും പോരായ്മകളും നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. കേവലം ആരോപണമല്ല, നിങ്ങൾക്ക് വായിക്കാം. ബൈബിളിൻ്റെ ദൈവികത എന്ന പുസ്തകം ഇവിടെ നമുക്ക് വായിക്കാൻ കിട്ടും. അതിലേക്ക് കണ്ണോടിക്കുന്നുവെങ്കിൽ ഒട്ടനവധി വൈരുദ്ധ്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അതേ കാലാന്തരത്തിൽ പല വചനങ്ങളും പുരോഹിതന്മാർ കടത്തിച്ചേർത്തു, പലതും എടുത്തു മാറ്റി. ഫവൈലുൽ ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദിഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. 2-ാം അധ്യായം ബഖറയിലെ 79-ാമത്തെ വചനം. തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കി ഇത് ദൈവികമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത്തരം ആളുകൾക്ക് നാശം. കേവലം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവരിത് ചെയ്തത്. അവർ എഴുതിയ വകയിൽ, അവർ സമ്പാദിച്ച വകയിൽ അവർക്ക് നാശം 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 എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത്തരം കൈകടത്തലുകളിൽ നിന്ന് മാറി നിൽക്കുക, സട്ടാവിൻ്റെ മാർഗത്തിലേക്ക്, അവൻ്റെ പ്രവാചകനിലേക്ക്, അവൻ്റെ വേദഗ്രന്ഥത്തിലേക്ക് തിരിച്ചു വരിക, വൈരുദ്ധ്യങ്ങളില്ലാത്ത വിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കളോട്, ജൂത ക്രൈസ്തവരോട് ചോദിക്കുന്നു, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ, ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുന്നത്? അതോടൊപ്പം തക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് സത്യത്തെ മൂടി വയ്ക്കുന്നത്? 3-ാം അധ്യായം ആലി ഇംറാൻ 71-ാമത്തെ വചനം. എന്താണ് സത്യം? ശുദ്ധേക ദൈവാരാധന. എന്താണ് സത്യം? സ്വർഗ നരക ചിന്ത. എന്താണ് സത്യം? സട്ടാവായ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നത്. അതിൽ നിന്ന് മാറി ക്രൂശീകരണം, ആദിബാബ ചിന്ത, ട്രിനിറ്റി, ദൈവപുത്രൻ, ഇതെല്ലാം തന്നെ എന്താണ്? അസത്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈബിളും ഖുർആനും മുന്നിൽ വെച്ച് തുറന്ന മനസ്സുമായി പഠിക്കാം. ആരുടെയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയല്ല, മനസ്സിലാക്കിയ സത്യം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയായിക്കൊണ്ട് ആ ബാധ്യത നിർവഹണമാണ് ഇവിടെ നടക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾക്കിടയിൽ യോജിക്കാവുന്ന ഐക്യത്തിൻ്റെ സന്ദേശം ശുദ്ധ ഏകദൈവാരാധനയാണ്. യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബ്ദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈആ വലാ യത്തഖദു ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ് ഇതാണ് മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ, നിങ്ങൾ വരിക, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ യോജിക്കാവുന്ന ഐക്യത്തിൻ്റെ സന്ദേശത്തിലേക്ക്. ഏതാണത്? ശുദ്ധ ഏകദൈവാരാധനയിലേക്ക്. അവനെ യാതൊന്നിനെയും പങ്കുകാരെ ചേർക്കില്ല എന്ന സത്യത്തിലേക്ക്, നിങ്ങളിൽ ചിലരെ രക്ഷിതാക്കളായി സ്വീകരിക്കില്ല എന്ന സത്യത്തിലേക്ക്, തത്വത്തിലേക്ക്, പൗരോഹിത്യത്തിന് ദൈവത്തേക്കാൾ സ്ഥാനവും മാനവും മഹിതമായ പദവിയും നൽകില്ല എന്ന തത്വത്തിലേക്ക്. ഇനി ഫൈൻ തവല്ലൗ, നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന പക്ഷം ഫഖുലിഷ്ഹദു ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങളോട് പറയാൻ സട്ടാവ് പറയുന്നത്, ഞങ്ങളിതാ ദൈവത്തിന് സ്വന്തത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചവരാണ്, അതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാനാണ്. അതുകൊണ്ട് ഇതാ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, സട്ടാവിന് ഞങ്ങൾ സ്വന്തത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഈ സത്യത്തെ, സമർപ്പണത്തിൻ്റെ, സമാധാനത്തിൻ്റെ, മോക്ഷത്തിൻ്റെ, നിത്യജീവൻ്റെ മാർഗത്തെ, മതത്തെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ക്രൈസ്തവ സഹോദരങ്ങളെ, നമുക്ക് ഇണങ്ങാനുള്ള മാർഗമാണ് ഈ നിത്യജീവൻ്റെ മാർഗം. ആ മാർഗത്തെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുള്ള ശ്രമമുണ്ടാകണം. ആ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇത്ര നേരം ഈ ഉള്ളവനെ ശ്രവിച്ച
സഹോദരങ്ങളെ, നിങ്ങളുടെ തുറന്ന മനസ്സിൽ ഈ സമർപ്പണത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നിത്യജീവൻ്റെ മാർഗത്തെ, മതത്തെ, ഇസ്ലാമിനെ സമർപ്പിച്ചുകൊണ്ട് ഈ ഉള്ളവൻ നിർത്തുന്നു. പഠിക്കണമേ, ചിന്തിക്കണമേ, അറിയാൻ ശ്രമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഉണർത്തിക്കൊണ്ട് നിർത്തട്ടെ. സട്ടാവായി ഉടയ തമ്പുരാൻ, പടച്ച തമ്പുരാൻ നിത്യജീവൻ നേടാനും നിത്യജീവൻ്റെ വക്താവാകാനും നാളെയുടെ ലോകത്ത് അവൻ്റെ സ്വർഗം അനുഭവിക്കാനും അവൻ്റെ തൃപ്തി നേടുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരാനുകാലികം സ്നേഹസംവാദം മാസിക, വാരാന്ത ടെലിവിഷൻ പ്രോഗ്രാമുകൾ, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, ഖുർആൻ പരിഭാഷാ വിതരണം, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.